പൊളിപ്പടം, വേറെ ലെവൽ പടം, ട്വിസ്റ്റ് പടമാണ്. സുരേഷ് ഗോപിയുടെ മകൻ കയറി വരുന്നുണ്ട്. മമ്മൂക്കയുടെ കൂടെ ഒരു പടം അടുത്ത സിനിമ നായകനാവാൻ സാധ്യതയുണ്ട്. അപ്പം പിന്നെ ഷൈൻ ടോജൊക്കെ കുറച്ച് അണ്ടർ റേറ്റഡ് ആയി പോയി. ഡയലോഗൊന്നും കൊടുത്തിട്ടില്ല, നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഷൈൻ ടോജൊക്കെ വേണ്ടത്ര അംഗീകാരം കൊടുത്തിട്ടില്ല. എന്നാലും പൊളിപ്പടമാണ്, വേറെ ലെവൽ ട്വിസ്റ്റ് പടമാണ്, മസ്റ്റ് വാച്ച് പടമാണ്. ഞെട്ടിച്ചു. Everyone else watching those films are good. I thoroughly enjoyed it. Ellaro sirichittu, ellaro usually മമ്മൂക്കയുടെ കൂടെ ഒരു കോമ്പിനേഷൻ ചെയ്യാൻ പറ്റിയെങ്കിൽ വളരെയധികം സന്തോഷം. എൻ്റെ ആദ്യത്തെ മൂവി മമ്മൂക്കയുടെ കൂടെ തന്നെ ഷാരൂഖ് മമ്മൂക്കയുടെ മോളായിട്ട് റിയലി ഹാപ്പി ആൻഡ് ഇറ്റ്സ് അൺഎക്സ്പെക്റ്റഡ് മൂവി. എല്ലാവർക്കും ഇഷ്ടമാണ്. പടം എങ്ങനെ ത്രില്ലറാണോ അതോ? ഇത് ഫുൾ ട്വിസ്റ്റ് ആണ്, കണ്ടു നോക്കാം മനസ്സിലാവും. ഇഷ്ടപ്പെടാം. നമുക്ക് എങ്ങനെയുണ്ട് വിളിച്ചോ? പടം എങ്ങനെയാണ്? ത്രില്ലറാണോ ഇൻവെസ്റ്റിഗേഷൻ ആണോ? I love to watch the film with the audience. I think ഞാനൊരു ഫിലിമായിട്ടാണ് അത് കണ്ടത്. പക്ഷേ I think they reacted very well to all the scenes. Let's see what it's like. First show. Side please. സാർ എങ്ങനെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ റിസൾട്ട് ഓഡിയൻസിൽ നിന്ന് കിട്ടിയോ? റിസൾട്ട് ഒന്നും എനിക്കറിയില്ല. ഫസ്റ്റ് ഷോ കണ്ടിട്ട് പുറത്തിറങ്ങാണ്. I have to see. I'm happy I watched the film. love the experience of watching with everyone else. And ellaro sandoshama paathu ellarume kai thachiyudu enakku romba sandosham. Experience with Mamooka? Oh, it was extremely scary and nervous, but then hopefully I've done justice to it. Ellaru paathu eppadi irukku. How it is watch with the audience? I was actually expecting everybody to like laugh or like applaud. So that was happening. I just loved it watching with them. Scary so, but then I really had done justice. First movie. Yeah. First Tamil movie. Are you from Tamil film? Yeah, I'm from Karnataka. Kannada film. Thank you. It's very good. Thank you. ഗൂഗിൾ സുരേഷിന്റെ പെർഫോമൻസ് ആയിട്ട് കോമ്പറ്റീഷനൊക്കെ വളരെ പണിയാണ്. രസമായിട്ട് ഭയങ്കര നല്ല രീതിയിൽ സിനിമയ്ക്ക് ലോക്കൽ ടൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി നല്ല രസമായിരുന്നു. പിന്നെ എല്ലാവരും ഹീറോയിൻ ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സീൻസ് മമ്മൂക്കയായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ക്ലൈമാക്സ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ബട്ട് സൂപ്പർ. അത് ഗൗതം സാറിൻ്റെ ഒരു ബ്രില്യൻസ് ആണെന്ന് തന്നെ പറയും സിനിമ മൊത്തം. മമ്മൂക്ക ഇങ്ങനെ അവതരിപ്പിക്കാനും മമ്മൂക്ക അത്ര രസമായിട്ട് ചെയ്യാനും പിന്നെ എന്നാൽ അത്ര സീരിയസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷനുമാണ്. നല്ലതായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടാൽ അടിപൊളിയായിട്ട്. മമ്മൂക്ക വാസ് സൂപ്പർ. ഗൗതം സാർ ടീമിനും കൺഗ്രാറ്റ്സ്. അത്രയും നല്ല പൊളി പടാ. ഒരു വെറും ലാഗ് കണ്ടിരിക്കാൻ കൊള്ളില്ല. നമ്മുടെ പൈസ ഒന്ന് വെച്ചു പൈസ പെർഫോമൻസ് കുഴപ്പമില്ല. മമ്മൂട്ടിയുടെ ഒരു പെർഫോമൻസ് ഓക്കെ. പെർഫോമൻസ് നന്നായിട്ട് കാര്യമില്ലല്ലോ. മമ്മൂട്ടി നല്ല കാലങ്ങളായിട്ടുള്ള നടനല്ലേ. അപ്പോൾ പുള്ളിയുടെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് സംസാരമില്ല. നമ്മൾ പടം കാണുന്ന പടത്തിൻ്റെ സ്റ്റോറിയും അതിൻ്റെ ഇതും വെച്ചിട്ടല്ലേ, സ്ക്രീൻ പ്ലേ വെച്ചിട്ടല്ലേ നമ്മൾ പടം കാണുന്നത്. അതിപ്പോൾ മമ്മൂട്ടി ആയാലും ലാലേട്ടനായാലും അവരഭിനയം ഓക്കെ. പക്ഷേ പടത്തിൻ്റെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ എന്ത് പടം ഏത് ലാലേട്ടൻ വന്നിട്ട് ഏത് മമ്മൂട്ടി അഭിനയിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അത്രയും തല്ലിപ്പൊളി പടമാണ്. പ്രൊമോഷൻ ലാസ്റ്റ് ടൈമിൽ മമ്മൂട്ടി തുടങ്ങിയായിരുന്നു. ഒരു ആഴ്ച മുമ്പാണ് മമ്മൂട്ടിയും തുടങ്ങിയത് പ്രൊമോഷൻ കൊടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ. തിയേറ്ററിൽ വന്നിട്ടാണല്ലോ പടം തീരുമാനിക്കുക. ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞാൽ തന്നെ പടത്തിൻ്റെ ഏകദേശം തീരുമാനമാവും. ആ തീരുമാനമാണ് നമ്മുടെ അഭിപ്രായം. മമ്മൂട്ടി കമ്പനിയിലെ ആദ്യ പൊട്ടപ്പടം. അതിലപ്പുറം ഒന്നും പറയാനില്ല. അത്രയും തല്ലിപ്പൊളി പടം. ഏറ്റവും വലിയ കുഴപ്പമില്ല. അത്യാവശ്യം സാധാരണ ഫാൻസുകാർക്കൊന്നും തൃപ്തിപ്പെടാനൊന്നും ഒന്നുമില്ല. ഫാൻസുകാർക്കും ഉണ്ടാകുന്നുണ്ട്. അത്രയും തല്ലിപ്പൊളിയാണ്. ഇപ്പോൾ 2025 മമ്മൂട്ടി പൊട്ടപ്പടത്തോടെ തുടങ്ങും എന്ന് പറയും. ഇനി ഈ വർഷം മുഴുവൻ പൊട്ടപ്പടം ഇറക്കാതിരിക്കട്ടെ. അടുത്ത ബസൂക്കൊക്കെ പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. ഇപ്പോൾ എന്താണ് അവസ്ഥ പറയുന്നത്?
വരെ അങ്ങനെ തന്നെ പോകും. നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കുകയാണ്, എന്താ സംഭവിക്കാൻ പോണേ, നമ്മൾ ലാഗടിച്ച് വന്നിട്ട് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പിന്നെ എന്താണ് സംഭവിക്കാൻ പോണത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഇത് കൊണ്ടുപോയി അവസാനം ഒന്നും അല്ലാണ്ടാവുന്ന ഒരു സ്ഥിതിയാണ്. കാരണം ചാന്തുപൊട്ട് സിനിമ കാണുന്ന ചാന്തുപൊട്ടിന്റെ സെക്കൻഡ് പാർട്ട് വന്ന എങ്ങനെയിരിക്കും, അതുപോലെ തന്നെ മണിച്ചിത്രത്താഴിന്റെ ചന്ദ്രമുഖി എന്ന് പറഞ്ഞ സിനിമ എടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു ക്ലൈമാക്സിലേക്ക് കൊണ്ടുവന്ന സിനിമ തീർത്ത് കളഞ്ഞു. മമ്മൂക്ക അഭിനയം വളരെ മികച്ച അഭിനയമാണ്. കാരണം മമ്മൂക്ക എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ ലെജൻഡ് ആക്ടറാണ്. അദ്ദേഹത്തിന് ഏത് കഥാപാത്രം കിട്ടിയാലും അടിപൊളിയാക്കി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ കഥ മനസ്സിലായെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. 2025 ഈ പറഞ്ഞ പോലെ മമ്മൂക്ക വർഷമാണോ എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്ര നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ആവറേജ് ഹിറ്റുകൾ ആവാൻ തന്നെ സാധ്യത കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെ ആരാധകർ പോലും ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല സിനിമ. കാരണം അവർ അതുവഴിയൊക്കെ ഇറങ്ങി പോവുകയാണ്. കാരണം അത്രയും നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് സിനിമ. ഒന്നുമില്ല, അത്ര വലിയൊരു സംഭവമില്ല. ഇത് പ്രൊമോഷൻ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രൊമോഷൻ തന്നെ ഈ സിനിമ ലോ പരിപാടിയാണ്. അതായത് അറിഞ്ഞോ അറിയാത്ത രീതിയിൽ പതിയെ കൊണ്ടുവന്നിട്ട് തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഇത് അവർക്ക് തന്നെ ഏകദേശം എനിക്കൊന്ന് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ഇത് പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഒരു ആരാധകനായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല. കാരണം നമുക്കൊക്കെ ഇങ്ങനെയുള്ള സിനിമ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രേക്ഷകന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് അദ്ദേഹം ഈ കഥ എങ്ങനെ മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാവും. ഇത്രയും കഥകൾ തിരഞ്ഞെടുക്കാൻ കഴിവുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ സിനിമയുടെ കഥ തിരഞ്ഞെടുത്തതെന്നുള്ളൊരു സംശയം ഇവിടെ വീണ്ടും ഉണ്ട്. ഇതൊരു തമിഴ് ടച്ചൊക്കെ കയറിയുണ്ട്. ഗൗതം മേനോൻ മലയാള സിനിമയിൽ ആദ്യമായിട്ട് എടുത്ത സിനിമയാണ്. പക്ഷെ അതിനൊന്നും ഒരു പുതുമയില്ല. ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി മമ്മൂക്കയെ പോലെ തന്നെ ഗൗതം മാസ്റ്റർ മേനോൻ്റെ ഒരു ഭയങ്കര ഫാനാണ് ഞാൻ. പുള്ളിയുടെ മൂവീസും അതിനേക്കാട്ടിലുപരി പുള്ളിയുടെ പാട്ടുകൾ ഒരു രക്ഷയില്ല. പുള്ളിയുടെ എല്ലാ പടത്തിലുള്ള സോങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചൈൽഡ്ഹുഡിനെയൊക്കെ അത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സോങ്സാണ്. അപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് ഡെബ്യൂ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. അത് എസ്പെഷ്യലി മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു അതിലൊരു കോണ്ടന്റ് കാണും എന്നുള്ളത്. പക്ഷേ ഒട്ടും ഹൈക്കും പ്രൊമോഷനൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കണ്ടപ്പോൾ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിൽ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഒരു കോമഡി, ഒരു ഫീൽ ഗുഡ് ഫീലിൽ ഇങ്ങനെ പോയി ഒത്തിരിയധികം നല്ല കോമഡീസ് ഉണ്ടായിരുന്നു. നല്ലോണം ചിരിച്ചു. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിലൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ പെട്ടെന്നൊരു ടേൺ എടുക്കുകയായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലേക്ക് മൂവി കയറി. ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ട്വിസ്റ്റ് ഗംഭീരം, അടിപൊളി.